ബിലാസ്പൂരിൽ ജയിലിലായിരുന്ന കന്യാസ്ത്രീകൾക്ക് 9-ാം ദിവസം ഇന്ന് NIA കോടതി ജാമ്യം നൽകി. വലിയ വാർത്തയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭരണഘടന നൽകുന്ന സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ മത വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഉള്ള അവകാശം, ഈ അവകാശങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന് നൽകുന്നതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 കന്യാസ്ത്രീകളെ ബജ്രംഗൾ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ ചെയ്ത് പോലീസിൻ്റെ മുന്നിൽ വെച്ച് പരിശോധന നടത്തി ആദിവാസികളായ പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആദിവാസി യുവാവിൻ്റെ ചെവിട്ടത്തടിച്ച് അവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ജീവിതവ്രതമായി സ്വീകരിക്കാനും നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. അത് ഹിന്ദു എന്നോ പാർസി എന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവരെന്നോ ഒന്നും വ്യത്യാസമില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും നിലനിൽപ്പും ഇന്ത്യയുടെ പ്രത്യേകതയും. അപ്പം മതേതരത്വവും സോഷ്യലിസവും എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ്? ഈ പറയുന്ന മതേതരത്വം ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറയുന്നവർ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. എന്തായാലും 9-ാം ദിവസം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു. അവർ ചെയ്യാത്ത കുറ്റത്തിന്, അതായത് അവർ മനുഷ്യ കടത്ത് നടത്തി, അവർ മതം മാറ്റാൻ ഇവരെ നിർബന്ധിച്ചു. കാരണം ഇവരോടൊപ്പം ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ട ആദിവാസി യുവതികൾ പ്രായപൂർത്തിയായവർ മാത്രമല്ല, അവർ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവരുമാണ്. പിന്നെ ഏത് മതത്തിലേക്കാണ് കന്യാസ്ത്രീകൾ അവരെ മാറ്റാൻ പ്രേരിപ്പിക്കുക? അപ്പം തികച്ചും അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരപരാധികളായ സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്ന കന്യാസ്ത്രീകളെ ദിവസങ്ങളോളം ജയിലിൽ വെച്ച് പീഡിപ്പിച്ച മോദി സർക്കാർ, ഛത്തീസ്ഗഡിലെ BJP സർക്കാർ എല്ലാം ഉത്തരം പറയേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ അവർക്ക് ജാമ്യം നൽകുമെന്നും NIA കോടതിയിലേക്ക് ഇത് വിട്ട സെഷൻസ് കോടതിയുടെ നടപടി ശരിയല്ലെന്നും ഇത് NIA ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒന്നല്ല എന്നുമൊക്കെ അമിത്ഷാ പറഞ്ഞതാണ്. എന്തായാലും ജാമ്യമല്ല കന്യാസ്ത്രീകൾക്ക് ലഭിക്കേണ്ടത്, അവരുടെ പേരിൽ ആരോപിച്ച ഇല്ലാത്ത കുറ്റങ്ങൾ എല്ലാം ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം കാണുമ്പോൾ ഓർമ്മ വരുന്നത് കോഴിക്കോട് പന്തീരാങ്കാവിൽ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട അലൻ താഹ എന്ന യുവാക്കൾ ഒരു ജേർണലിസം വിദ്യാർത്ഥിയെയും ഒരു LLB വിദ്യാർത്ഥിയെയും അറസ്റ്റ് ചെയ്ത് പിണറായി സർക്കാർ ജയിലിലടച്ച സംഭവമാണ്. വിപ്ലവ സാഹിത്യം, മാവോ സാഹിത്യം അവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു എന്നായിരുന്നു ആരോപണം. 1 കൊല്ലത്തോളമാണ് അവർ ജയിലിൽ കിടന്നത്. അവരെ അവസാനം സുപ്രീം കോടതിയാണ് കുറ്റവിമുക്തരാക്കിയത്. ഇപ്പോഴും അവർക്ക് നേരെ സഖാക്കൾ വേട്ടയാടുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയോ അതുപോലുള്ള മുസ്ലിം ജനവിഭാഗങ്ങളോ അവരെ പിന്തുണയ്ക്കുന്നു എന്നതാണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം. ആലോചിച്ച് നോക്കൂ, ഫാസിസ്റ്റ് സ്വഭാവമാണ് ഈ അലൻ താഹ യുവാക്കളുടെ കാര്യത്തിൽ LDF സർക്കാർ കാണിച്ചത്. ഇന്ന് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും കാണിച്ചത് തികഞ്ഞ കറകളഞ്ഞ ക്ലാസിക് ഫാസിസമാണ്. അപ്പോൾ ഫാസിസത്തിലേക്ക് മൂക്കുകുത്തുന്ന BJP സർക്കാരിൻ്റെ ഭരണഘടനാ ലംഘനം വിളിച്ചു പറയുന്ന ഇത്തരം നടപടികൾക്കെതിരെ നമ്മുടെ ജനാധിപത്യ ശക്തികൾ ഉണരേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കന്യാസ്ത്രീകൾക്ക് വേണ്ടി രാജ്യമാകെ പ്രക്ഷോഭങ്ങൾ ഉയർത്താൻ കോൺഗ്രസും CPM-ഉം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം മത്സരിക്കുന്നുണ്ടായിരുന്നു. പ്രതിസ്ഥാനത്ത് BJP മാത്രമായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനടക്കം കേരളത്തിലെ നേതാക്കളും കേന്ദ്ര നേതാക്കളും എല്ലാം പ്രതിസ്ഥാനത്തായി മാറി. അവർക്ക് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ന്യായീകരിക്കാൻ ഒരു പഴുതുമില്ലാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ ഇതേ വികാരം
യഥാർത്ഥത്തിൽ നമ്മുടെ അലൻ ദാഹ യുവാക്കളെ അറസ്റ്റ് ചെയ്തപ്പോഴും കേരളത്തിൽ ഉയരേണ്ടതായിരുന്നു. അപ്പോൾ ഒരു വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ട് മാത്രം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം ശബ്ദിക്കരുത്. എപ്പോഴും നാം കൊടിയുടെ നിറം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ ജനാധിപത്യം അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാകൂ.